മോൻ വന്നോ? വാ. മോനെ, നിനക്ക് സുഖാണല്ലോ? ആ, സുഖാണമ്മായി. അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് വന്നത്? അമ്മയൊന്നും പറഞ്ഞിരുന്നില്ലേ? അതെന്താ ശോഭേ ഇവനോട് പറയാതിരുന്നത്? അത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അതേതായാലും നന്നായി. ഞങ്ങളെ കണ്ടിട്ടേ മോൻ ശരിക്കും ഞെട്ടി. അല്ല, ആരെയാ മോനീ നോക്കുന്നത്? അല്ല, തുളസി. അത് ചോദിക്കാൻ എന്തിനാ ഇത്ര മടി? തുളസിക്ക് വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിശ്ചയം നടക്കുന്നതിന് മുമ്പേ പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതല്ലെന്ന് ചില ബന്ധുക്കളൊക്കെ പറഞ്ഞു. അവള് കൂട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ തുളസിക്ക് ഒരുപാട് വിഷമായി. അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവൾ ഉണ്ടാക്കി കുറച്ച് പലഹാരങ്ങൾ മോന് തന്നുവിട്ടിട്ടുണ്ട്. കഴിക്കും. വേണ്ടമ്മായി, ഞാൻ കുളിച്ചിട്ട് കഴിച്ചോളാം. ആ, കുളിച്ചിട്ട് കഴിക്കാൻ ഇതെന്താ പ്രസാദാണോ? കഴിക്ക്. ഓനൊന്ന് കഴിച്ചു നോക്ക്. ചേട്ടന്റെ മാനസികാവസ്ഥ എന്താണെന്നറിയാതെ അവരെന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിയന്ത്രണം വിട്ട് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു പോവോ? എങ്ങനെയുണ്ട് മോനെ? നന്നായിട്ടുണ്ട്. ആ, എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് നല്ല കൈപ്പുണ്യാ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇനി ആ കൈപ്പുണ്യം മുഴുവൻ അനുഭവിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും. അതെ അതെ. ആ, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവന്റെ മുറിയിൽ കിടന്നോളൂ. കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, കുളിച്ച് വേഗം ഉറങ്ങിക്കോളൂ. രാവിലെ ഒരുപാട് ജോലി ചെയ്യാനുള്ളതല്ലേ. മരുമകൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് ഉറങ്ങാന്നേ. നിങ്ങൾ ഒരാഴ്ച ഇവിടെ തന്നെയല്ലേ താമസിക്കാൻ പോകുന്നത്? ഒരാഴ്ച? സംസാരിക്കാനൊക്കെ ഒരുപാട് സമയം ഇനിയുണ്ടല്ലോ. നിങ്ങൾ ചെല്ല്. നീ ചെന്ന് ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്. മോനെ, അപ്പൊ നമുക്ക് രാവിലെ സംസാരിക്കാം. വരൂ അമ്മാവ, വാ അമ്മായി. എന്താ ഇത്? മുറുക്ക്, ഉണ്ണിയപ്പം, അച്ചപ്പം, നെയ്യപ്പം. എന്താ കോമഡിയാണോ? ഇവരെന്തിനാ ഇപ്പൊ വന്നതെന്ന്? നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റിയപ്പോ ഞാൻ വെച്ച വ്യവസ്ഥ നീ മറന്നുപോയോ? തുളസിയുടെ കഴുത്തിൽ നീ താലി കെട്ടണം. അതിന് ആദ്യത്തെ പടിയാണ് നടത്താൻ പോകുന്നത്. നിന്റെയും തുളസിയുടെയും കല്യാണം നടത്താമെന്ന് നിന്റെ അച്ഛൻ ഏട്ടന് വാക്കുകൊടുത്ത അതേ അമ്പലത്തിൽ വെച്ച് നിശ്ചയം നടത്താനുള്ള തീയതിയും തീരുമാനിക്കും. എന്തിനാ അമ്മ ഇത്ര ധൃതി കൂട്ടിയെല്ലാം ചെയ്യുന്നേ? നിനക്കിപ്പോ 29 വയസ്സായി. ഇനി എന്തിനാ വെച്ച് നീട്ടുന്നത്? അത് മാത്രല്ല, സമയം പോകുന്തോറും നീ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. നീ കുടുംബത്തിന് എന്തെങ്കിലും ചീത്തപ്പേര് ഉണ്ടാക്കുന്നതിന് മുമ്പ് കല്യാണം നടത്തുന്നത് തന്നെയാ ശരി. നിനക്ക് താഴെ ഒരുത്തി ഉണ്ടല്ലോ, അവളെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടേ? എന്താ അമ്മ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? എനിക്കിനി നിന്നെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല. അതിനായി ഒരുത്തി വരുന്നുണ്ട്. ഇനി പറയാനുള്ളതെല്ലാം അവളോട് പറഞ്ഞാ മതി. മാറി. നേരം കുറെ ആയാലോ ഇങ്ങനെ കിടക്കുന്നത്. ബാക്കി എല്ലാരും ഉറങ്ങി. ബാ കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ല, നീ കഴിച്ചോ. നിന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലാവും. അമ്മയുടെയും പാറുവിന്റെ ഇടയിൽ ആരെ തിരഞ്ഞെടുക്കണം എന്ന അവസ്ഥ ഉണ്ടായതിനെ കുറിച്ചല്ലേ നീ ചിന്തിക്കുന്നത്? ഇത്രയും കാലം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും
ഞാൻ കാരണം വിഷമിക്കരുതെന്ന് ഒരു വാശി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കാരണം നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് വിഷമിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. എപ്പോഴും ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. സ്വന്തം സന്തോഷത്തെക്കുറിച്ചും കൂടി ആലോചിക്കണം. അച്ഛൻ്റെ വാക്കിനേക്കാളും അമ്മയുടെ വാശിയേക്കാളും വലുത് നിന്റെ പ്രണയമാണ്. നീയും പാറും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരുമിച്ചത്. ആ പ്രണയം തോറ്റുപോകരുത്. നിന്റെ മനസ്സിലുള്ള എന്താന്ന് എല്ലാരോടും പറഞ്ഞു നോക്ക്. നിന്നോട് ശരിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ നിന്റെ ഇഷ്ടം മനസ്സിലാക്കി കൂടെ നിൽക്കും. നീ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുക. അമ്മ അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. അമ്മ ചിലപ്പോൾ വാശി പിടിച്ചെന്ന് വരും. നീയും അതേപോലെ തന്നെ വാശി കാണിക്കും. പാറുവിനെ മരുമകളായി അമ്മ അംഗീകരിക്കുന്നിടം വരെ നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അമ്മ പാറുവിനെ അംഗീകരിക്കുന്നുള്ള വിശ്വാസം എനിക്കിപ്പോ നഷ്ടപ്പെട്ടു തുടങ്ങി. അമ്മയ്ക്ക് നമ്മൾ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് മറ്റെന്തോ ഉള്ളൂ. എത്രയൊക്കെ വാശി കാണിച്ചാലും നീ വിഷമിച്ചിരിക്കുന്ന കാണാൻ അമ്മയ്ക്ക് പറ്റില്ല. കുറച്ച് പിടിവാശി കാണിക്കെങ്കിലും പിന്നീട് അമ്മ വിട്ടുതരും. പക്ഷെ അതിനൊക്കെ മുമ്പ് പാറുവിനെ നിനക്ക് ഇഷ്ടമാണെന്ന് അമ്മ വ്യക്തമായി മനസ്സിലാക്കിപ്പിക്കണം. നീ പാറുവിനെ മാത്രമേ ഭാര്യയെ സ്വീകരിക്കുമെന്ന് അമ്മ മനസ്സിലാക്കിയ തീരാവുന്ന പ്രശ്നമുള്ളൂ. നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും.